നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയാണ് കെ.എസ്. ചിത്ര. പൊതുവെ സംഗീത ലോകത്ത് വാനമ്പാടി എന്നറിയപ്പെടുന്നവർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിന്റെ പേരിൽ അവർക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണം എന്നുമാണ് ചിത്ര ആവശ്യപ്പെട്ടത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാവരും ഉച്ചയ്ക്ക് 12:20 ശ്രീരാമ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ വൈകുന്നേരം 5 തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിയിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ചിത്ര അയോധ്യയിൽ നിന്നുമുള്ള അക്ഷതം സ്വീകരിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. ഇതോടെ വീഡിയോ വിമർശിച്ചും പ്രതികൂലിച്ചും അനുകൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തി. ഇടത് സൈബർ ഇടങ്ങളിൽ പ്രമുഖനായ ശ്രീചിത്രൻ അടക്കമുള്ളവരാണ് ചിത്രയ്ക്കെതിരെ രംഗത്ത് വന്നത്. എണ്ണമറ്റ കൂട്ടക്കൊലകളുടെ രക്തത്തിൽ കുതിർന്ന ചുട്ടെടുത്ത കല്ലുകളാണ് പ്രിയ വാനമ്പാടി താങ്കൾ ദീപം തെളിയിച്ച് സ്വാഗതമരുളുന്ന രാമക്ഷേത്രത്തിലുള്ളതെന്ന് ശ്രീചിത്രൻ പറയുന്നു. നമ്മുടെ നാട്ടിലെ സംഗീത ലോകം താങ്കളെ പോലെ ചരിത്ര ശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തിലെ വാനമ്പാടിയായി നിലനിർത്തുന്നു. സുഗന്ധമല്ലാത്ത സത്യങ്ങളിൽ നിന്നും ഒളിച്ചോടുവാനുള്ള സമസ്തവും സുഖി മന്ത്രം പോലെ അസുഖകരമായ ഒരു അപശ്രുതി മറ്റൊന്നുമില്ല. വാനമ്പാടി ശ്രുതികൾ അസൂയപ്പെടും ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തൊണ്ടയിൽ നിന്നും ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അപശ്രുതിയിൽ അനുശോചനങ്ങൾ എന്നാണ് ശ്രീചിത്രൻ പങ്കുവച്ചത്. കെ.എസ്. ചിത്ര തന്റെ രാമക്ഷേത്ര ആശംസ അവസാനിപ്പിക്കുന്നത് ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന സ്തുതിയിലൂടെയാണ്. 5 തിരിയിട്ട ദീപങ്ങളുമായി താങ്കൾ സ്വാഗതം ചെയ്യുന്ന ഈ ജനുവരി 22-ലെ രാമക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് മുൻപൊരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. 1948 ഡിസംബറിൽ അവിടെ കുറച്ചു പേർ കടന്നു കയറി. അതിനകത്ത് ബലരാമ വിഗ്രഹം വെച്ചു. ഭവതി പറഞ്ഞ സർവചരാചരങ്ങളുടെയും സുഖമുണ്ടല്ലോ. അയോധ്യയിലെ മുസ്ലിങ്ങളുടെ സുഖം അന്ന് അവസാനിച്ചു. ക്രമേണ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും. 1992 ഡിസംബർ 6-ന് സർവചരാചരങ്ങളുടെയും സുഖത്തിനായി ഇന്ന് അമ്പലം പണിഞ്ഞവർ തന്നെ ആ പള്ളി കല്ലോട് കല്ല് തകർത്ത് കളഞ്ഞു. അടുത്ത വർഷം മുതൽ ഇതേ സമസ്ത ലോക സുഖാകാംക്ഷികൾ ഡിസംബർ 6 വിജയദശമി ദിനമായി ആഘോഷിച്ചു. പിന്നീട് ഇന്ത്യയിൽ എണ്ണമറ്റ കൂട്ടക്കൊലകളുടെ ചരിത്രം പിറന്നു. ആ രക്തത്തിൽ കുതിർത്ത ചുട്ടെടുത്ത കല്ലുകളാണ് പ്രിയപ്പെട്ട വാനമ്പാടി താങ്കൾ ദീപം തെളിയിച്ച് സ്വാഗതം വരുന്ന രാമക്ഷേത്രത്തിനുള്ളത്. എല്ലാ വാനമ്പാടിയുടെയും സംഗീതത്തിൽ താൻ പറക്കുന്ന ആകാശത്തിന്റെ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് ലോകത്തെങ്ങും സംഗീതം തനിക്ക് ചുറ്റുമുള്ള ചരിത്രത്തിന്റെ അന്തരീക്ഷം തിരിച്ചറിയുന്ന വാനമ്പാടികളെ സൃഷ്ടിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ സംഗീത ലോകം താങ്കളെ പോലെ ചരിത്ര ശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തെ വാനമ്പാടിയായി നിലനിർത്തുന്നു. സുഖപ്രദമല്ലാത്ത സത്യങ്ങളിൽ നിന്നും ഒളിച്ചോടുവാനുള്ള സമസ്ത സുഖി മന്ത്രം പോലെ അസുഖകരമായ ശ്രുതിയാണ് നിങ്ങളുടെ തൊണ്ടയിൽ നിന്നും വന്നതെന്നാണ് ശ്രീചിത്രൻ കുറിപ്പിലൂടെ പങ്കുവച്ചത്. ഇദ്ദേഹത്തെ കൂടാതെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തെ സംബന്ധിച്ച പോസ്റ്റിനെതിരെ എത്തിയിരിക്കുകയാണ് പ്രശസ്ത സാഹിത്യകാരി ഇന്ദു മേനോനും. കുയിലാണെന്ന് വിശ്വസിച്ച ചിത്ര കള്ളിപ്പൂങ്കുയിലാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാണ് ഇന്ദു മേനോന്റെ വിമർശനം. മനുഷ്യരുടെ രക്തത്തിലും അവരുടെ പലായനങ്ങളിലും അവരുടെ വേദനകളിലും നിങ്ങൾ എത്ര കണ്ട് നാമം ജപിച്ചാലും രാമനും വിഷ്ണുവും വരാൻ പോകുന്നില്ല. 5 ലക്ഷം തിരിയിട്ട് തെളിയിച്ചാലും നിങ്ങളുടെ മനസ്സിന്റെ വെളിച്ചം നിറയാനും പോകുന്നില്ലെന്ന് ഇന്ദു മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. നേരത്തെ നടൻ മോഹൻലാലിനും ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിനും രാമക്ഷേത്രത്തിൽ അക്ഷതം സ്വീകരിച്ചിരുന്നു. ക്ഷേത്രത്തിൽ ഈ മാസം 22-ന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥി. ചടങ്ങിനായി അയോധ്യയിലേക്ക് വരാൻ തിരക്ക് കൂട്ടരുതെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ജനുവരി 22-ന് രാജ്യം മുഴുവൻ എല്ലാവരും വീടുകളിൽ ദീപം തെളിയിക്കണമെന്നും പ്രധാനമന്ത്രി നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. ജനുവരി 14 മുതൽ ജനുവരി 22 വരെ രാജ്യത്തുടനീളമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ശുചീകരണ യജ്ഞങ്ങൾ ആരംഭിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും കെ.എസ്. ചിത്രയ്ക്കെതിരെയുള്ള ഈ സോഷ്യൽ മീഡിയ ആക്രമണം ദിനംതോറും വർദ്ധിച്ചു വരികയാണ്.